السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന് നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഒരുമിച്ചതുപോലെ അല്ലാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ വസീയത്ത് ചെയ്തവരുടെയൊക്കെ രോഗങ്ങളെ ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സംരക്ഷണവും കരുത്തും നൽകി അല്ലാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ 51-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഖുതുബയിൽ പരാമർശിക്കുന്നത്. നിലവിലെ മുസ്ലിം സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കാതും കണ്ണും നമ്മുടെ ഹൃദയവും എല്ലാം തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളായ പാവപ്പെട്ട ഫലസ്തീനികളിലേക്കാണ്. ഫലസ്തീനിനെ പറ്റിയുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൻ്റെ ഒരു തീരാ ദുഃഖമായി അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവായി എപ്പോഴും നമ്മൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്രണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ വിഷയം. ഇന്നു മാത്രമല്ല, പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള നീറുന്ന ഒരു സംഘർഷമാണ് ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നലെ എറണാകുളത്തൊക്കെ 10,000-കണക്കിന് ആളുകൾ സംഘടിപ്പിക്കപ്പെട്ട് ഒരു വലിയ ഫലസ്തീൻ പ്രാർത്ഥന സമ്മേളനം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ആദരണീയരായ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇന്ന് ഫലസ്തീനിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഖതീബുമാരോടും ഉമ്മത്തിനോടൊക്കെ പ്രത്യേകം നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. നമുക്ക് നൽകാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയുള്ള ദുആകളും പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവുമാണ്. പക്ഷെ അത്രത്തോളം ഒരു ആത്മാർത്ഥതയിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല എന്നത് നമ്മുടെ ദുർബലതയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യനെ പടച്ചത് പ്രതിസന്ധികളിലൂടെയാണ്. ലാ വഖസിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ പടച്ചത്. അത് മനുഷ്യന്റെ ഉടപ്പറപ്പാണ്. ലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യനെ നമ്മൾ പടച്ചിരിക്കുന്നത് ഫീ കബദ്, പ്രയാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. മനുഷ്യനാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇടങ്ങേറുകൾ ഉണ്ടാകും. യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും സഹിക്കാതെ നിങ്ങൾക്ക് ഈ ദുനിയാവ് വിട്ടുകടക്കാൻ കഴിയുമെന്നും സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നുമെന്ന ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട എന്ന് ഖുർആൻ മറ്റു ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ഇന്ന് നമ്മൾ പത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കായ പാവപ്പെട്ട ഫലസ്തീനികൾ ഒന്നുമില്ലാതെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനിച്ച നാടിൽ നിന്നും വളർന്നു വന്ന വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് തീർത്തും അരക്ഷിതമായ യാത്ര, ഒരു നിലക്കും മുൻകരുതലുകളോ അല്ലെങ്കിൽ മറ്റു നിശ്ചയങ്ങളോ ഒന്നുമില്ലാത്ത, കയ്യിലൊന്നുമില്ലാത്ത, തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് ആരുമില്ലാത്ത, അവർക്ക് വേണ്ടി വിലപിക്കാൻ പോലും ആരുമില്ലാത്ത നിസ്സഹായതയോടുകൂടെയുള്ള ആ ഒരു മരുഭൂമിയിലൂടെയുള്ള ഫലസ്തീനികളുടെ പലായനം കാണുമ്പോൾ
നമ്മളുടെ മനസ്സ് ചരിത്രത്തിലൂടെ ഒന്ന് പ്രയാണം നടത്തണം. ചരിത്രത്തിൻ്റെ ആവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പത്രത്തിൻ്റെയൊക്കെ ഫസ്റ്റ് പേജുകളിൽ തന്നെ നിങ്ങൾ ആ ഫോട്ടോയൊക്കെ കണ്ടിരിക്കും. കാളവണ്ടിയിലും കൈതപ്പുറത്തും ഉള്ള ചെറിയ ലോറികളിലൊക്കെ എല്ലാ മാറാപ്പും പുതപ്പും വിരിപ്പുമുള്ള പാത്രങ്ങളൊക്കെ ഏറ്റിയിട്ട് പാവപ്പെട്ട പലസ്തീനികൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഹൃദയഭേദകമാണ്. സഹിക്കാൻ പറ്റാത്തൊരു യാത്ര. നമ്മളൊക്കെ നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ കുട്ടിയാളി, നമ്മളെ അമ്മാനും ബാപ്പാനും, നമ്മളെ ഭാര്യനെയും, നമ്മളെ വീട്ടിലുള്ള വസ്ത്രങ്ങളും പാത്രങ്ങളും കുടിക്കും പിഞ്ഞാണങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഗുഡിസിൽ കയറ്റിയിട്ട് നമ്മൾ എങ്ങോട്ടെന്നില്ലാത്ത ഒരു അരക്ഷിതമായ യാത്രയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ. നമ്മൾ ജനിച്ച നാടും വീടും സുരക്ഷിതമല്ല. അവിടെ അഭയങ്ങളില്ല. അവിടെ ഒരു നിലക്കുമുള്ള സമാധാനമില്ലാതെ മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു രാജ്യത്തേക്ക് എവിടേക്കാ ഒരു കൊടുത്തുമില്ലാണ്ട് പോവന്നെ. ആക്രമിക്കപ്പെട്ടേക്കാം, വീണ്ടും കൊല ചെയ്യപ്പെട്ടേക്കാം. പോകുന്ന ഇടത്ത് വെള്ളമുണ്ടോ, ഭക്ഷണമില്ല, ഒന്നുമില്ല, അങ്ങ് പോവുക. ഈ ഒരു പലായനം, ഞാൻ പറയുന്നു, അല്ലാഹു തആല അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ അല്ലാഹു തആല തൂക്കിയിട്ടാ കൊടുക്കുക. നിസ്കാരവും മറ്റൊക്കെ തൂക്കിയിട്ട് അളന്നിട്ട് കൂലി കൊടുക്കുമെങ്കിൽ പ്രതിസന്ധികളിൽ പതറാതെ തളരാതെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നവർക്ക് ക്ഷമയുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം എങ്ങനെ കൊടുക്കുക എന്ന് ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ, തൂക്കം നോക്കാതെ, അളന്ന് നോക്കാതെ, ഒരു നിലക്കും കണക്ക് നോക്കാതെ വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലമാണ് ക്ഷമക്കുള്ളത്. മറ്റേത് ആരാധനാ കർമ്മങ്ങൾക്കും അങ്ങനെയല്ല, ക്ഷമക്ക് അങ്ങനെയല്ല. അളന്ന് നോക്കാതെ, ഒരു കയ്യും കണക്കുമില്ലാതെ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് അങ്ങനെ കൊടുക്കുക. അതാണ് ഫലസ്തീനികൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഭൗതികമായ ലോകത്തിന് നമുക്ക് യാതൊരു പരിഹാരം കിട്ടിയില്ലെങ്കിലും നമ്മൾ നിസ്കരിക്കുമ്പോൾ തന്നെ കയ്യേറ്റിട്ട് എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനുർ റഹീം. പിന്നെ പറഞ്ഞത് എന്താ? മാലികി യൗമിദ്ദീൻ. ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. പ്രതിഫല ദിവസത്തിന്റെ, നീതിയുടെ ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. ഈ ദുനിയാവിൽ നമുക്ക് എങ്ങനെ ഇസ്രായേലിനെ പകരം വീട്ടാൻ കഴിയും? പാവപ്പെട്ട 10,000-കണക്കിന് നിരപരാധികളായ ഫലസ്തീനികളെ കൊന്നൊടുക്കുന്ന, അവർക്കൊന്ന് കയറിക്കിടക്കാൻ കിടപ്പാടം കൊടുത്ത ഫലസ്തീനികളെ കൊന്നു തള്ളി മനുഷ്യത്വം മരവിച്ചു പോയ ഇസ്രായേലിലേക്ക് എന്ത് പ്രതികാരം ഞാൻ ഒന്ന് കൊടുക്കാൻ കഴിയൂല. നമ്മൾ ആക്രമിക്കുന്നവർക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതിനാണ് പിന്നെ പടച്ചോൻ നമുക്ക് തന്നെ പ്രതികാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെന്തിനാ പടച്ചോന്റെ ആവശ്യം? നമുക്ക് തന്നെ അവരെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെന്തിനാ പടച്ചോന്റെ ആവശ്യം? അതുകൊണ്ട് തന്നെ ഫാത്തിഹയിൽ നമ്മൾ കൈ കെട്ടിയിട്ട് നിസ്കാരം ആരംഭിക്കുമ്പോൾ, ഖുർആൻ ആരംഭിക്കുമ്പോൾ എന്താ പറയണത്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. അത് മനുഷ്യന് സമാധാനം നൽകണം. മുസ്ലിമീങ്ങൾക്ക് അത് കേൾക്കുമ്പോഴെങ്കിലും സന്തോഷം കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ നിസ്കാരങ്ങളും ആയത്തുകളൊക്കെ വായിച്ചു പോവുകയാണ്. മനസ്സറിഞ്ഞ് നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുമ്പോൾ ഹൃദയം പടച്ചു പോകും. ഖബർ എന്ന് പറയുമ്പോൾ എത്രയോ നമ്മൾ പേടിക്കുകയാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഖബർ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. പക്ഷെ ഹൃദയത്തിൽ കിടന്നിട്ടില്ല. 5 വക്ത് നിസ്കരിക്കുമ്പോൾ നമ്മളെ തൊള്ളോണ്ട് ഖബർ പറയുന്നുണ്ട്. നിസ്കാരത്തിന്റെ പുറത്ത് ഖബർ പേടിച്ചു ബേജാറായി പോകും. നിസ്കരിക്കുമ്പോൾ 5 വക്ത് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞ എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അപ്പോൾ ഒരു വികാരവും ഇല്ല. കാരണം മനസ്സെവിടെയോ ആണ്. ഫാത്തിഹ ഓതുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഒരാൾ കൈ കെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനുർ റഹീം കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. എന്തിനാണത്? ഇവിടുന്ന് കഴിയൂല. ഇവിടുന്ന് ഒരിക്കലും നമുക്ക് നീതി നടപ്പാക്കാൻ പറ്റൂല. 1000 ആളെ കൊന്ന ആളെ ദുന്യാവില് ഒരു വട്ടമല്ലേ തൂക്കി കൊല്ലാൻ പറ്റുള്ളൂ. 1000 ആളെ കൊന്നാക്ക് എങ്ങനെ പകരം ഒരു വട്ടം കൊന്നാ പകരമാണ്? കഴിയൂല. അത് തന്നെയാണ് മാലിക് യൗമിദ്ദീൻ. അപ്പൊ ഇന്ന് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയണില്ല. ചെയ്യാതിരിക്കാൻ കാരണം എന്താ? നമ്മുടെ ഐക്യം നമ്മൾ തന്നെ തകർത്തതാണ്. നമ്മൾ മനസ്സിലാക്കണം, കൊലച്ചതിയുടെ പ്രത്യാഘാതമാണ് ഇന്ന് പാവപ്പെട്ട പലസ്തീനികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പലായനം ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം നടത്തി. ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി സ്വലാത്തു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തി. മുത്തുനബി തങ്ങളെ സ്വഹാബത്ത് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അബിസീനയിലേക്ക്, എത്യോപ്യയിലേക്ക്, ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്ക് പലായനം നടത്തി. ജീവരക്ഷാർത്ഥം അവർ എത്യോപ്യയിലേക്ക് പലായനം നടത്തിയപ്പോൾ ഇവിടുത്തെ ശത്രുക്കൾ, മുശ്രിക്കീങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ രാജാവിനോട് പറഞ്ഞു, അഭയം കൊടുക്കരുത്,
അവരിങ്ങോട്ട് മണ്ടി വന്നാലും മോടി വന്നാലും സ്വീകരിക്കരുത്, അവർ ചതിയന്മാരാണ്, ബിംബങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ സ്വഹാബത്തിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, ഇവരുടെ സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവരൊക്കെ നല്ല മനുഷ്യരാണ്, ഞാൻ അവർക്ക് അഭയം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ലോക രാജ്യങ്ങളിൽ നിന്ന് പലസ്തീനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ചെയ്യുന്ന അതേ പണി അന്ന് മക്കത്തെ മുശ്രിക്കുകൾ നടത്തിയിട്ടുണ്ട്. മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മഹാന്മാരായ സ്വഹാബത്ത് പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോ ഇവിടെ നിക്കക്കള്ളില്ലാതെയാണ് എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പൊ എത്യോപ്യൻ ഭരണാധികാരിയെ ഇവർ ബന്ധപ്പെട്ടു മക്കത്തെ മുശ്രിക്കുകൾ. എന്നിട്ട് പറഞ്ഞു, അവിടെ അഡ്മിറ്റ് ചെയ്യരുതവരെ, മുസ്ലിമീങ്ങൾക്ക് അവരെ അക്കമടച്ച് കൊടുക്കരുത്, മുസ്ലിമീങ്ങൾക്ക് അവരെ സൗകര്യം ചെയ്ത് കൊടുക്കരുത്, നിങ്ങൾ ഷെൽട്ടർ കൊടുക്കരുത്. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ മുസ്ലിം അല്ലെങ്കിലും ഞാൻ അവർക്ക് അഭയം കൊടുക്കും, കാരണം അവരുടെ തൗഹീദിന്റെ സന്ദേശം എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയാണ് ഇസ്രായേൽ ഇന്ന് UN ഐക്യരാഷ്ട്രസഭയുടെ UN രക്ഷാധികാര സമിതി അവിടെ ചേരുമ്പോൾ ബ്രിട്ടൻ പോലും പലസ്തീനെ ഇന്ന് രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുകയാണ്. ഏതാ ബ്രിട്ടൻ? 1948 ബ്രിട്ടനാണ് പാവപ്പെട്ട പലസ്തീനികളെ ചതിച്ചുകൊണ്ട് ജൂതന്മാർക്ക് ഇസ്രായേൽ എന്ന രാജ്യം പതിച്ചു കൊടുക്കാനും ഇസ്രായേൽ എന്ന രാജ്യം ജൂതന്മാർക്ക് കൊടുക്കാനും മുൻപന്തിയിലുണ്ടായത് ബ്രിട്ടനാണ്. ആ ബ്രിട്ടൻ തന്നെ ഇന്ന് പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ലണ്ടനിൽ പലസ്തീനിന്റെ ഒരു എംബസി ബ്രിട്ടൻ പോലും ഇന്ന് തുറന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, അല്ലാഹു തആല ഏറെ വൈകിയെങ്കിലും അല്ലാഹു തആല വിജയം നൽകും. പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല. ലാ തഖനതു മിൻ റഹ്മത്തില്ലാ ലാ തയഅസു മിൻ റൗഹില്ലാ. ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിരാശ പാടില്ല. പക്ഷേ നിരാശ പാടില്ല, നിങ്ങൾക്ക് വിജയം വരുന്നതിന് മുമ്പ് ഒരുപാട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇടയ്ക്കിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ഒരു ഉമ്മ ഒരുപാട് സഹിക്കേണ്ടി വരും. ഗർഭത്തിന്റെ പ്രയാസങ്ങൾ കുറെ സഹിക്കേണ്ടി വരും, പ്രസവത്തിന്റെ വേദന കുറെ സഹിക്കേണ്ടി വരും. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് ഒരു കുഞ്ഞ് എന്ന് ഏതൊരാളും ആഗ്രഹിക്കുന്ന ആശിച്ചു പോകുന്ന സന്താന സൗഭാഗ്യം കിട്ടുമ്പോൾ വേദനകളൊക്കെ മറന്നു പോകും. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലസ്തീനികൾക്ക് എത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഇന്ന് 142 രാജ്യങ്ങളാണ് പലസ്തീൻ രാജ്യമായി അംഗീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസ് പറഞ്ഞു, കാനഡ പറഞ്ഞു, ഓസ്ട്രേലിയ പറഞ്ഞു, പോർച്ചുഗൽ പറഞ്ഞു. ഇങ്ങനെ 142ഓളം രാജ്യങ്ങൾ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി മാറണം എന്ന് അവർ അംഗീകരിക്കുകയാണ്. ഇവിടെയാണ് ബ്രിട്ടനിൽ പോലും ലണ്ടനിൽ പോലും പലസ്തീൻ ഒരു എംബസി തുറക്കപ്പെടുന്നതും. 1948 നക്കബയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്ന് പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലായനം. അന്ന് 12,000ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 200 ഗ്രാമങ്ങളിൽ നിന്നും 20 വൻ നഗരങ്ങളിൽ നിന്നുമായി 7.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ പലായനം ചെയ്തു. 7.5 ലക്ഷം മുസ്ലിമുകൾ പലായനം ചെയ്തു. 10 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയേണ്ടി വന്നു. 12,000ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഈ 2025 ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട പലസ്തീനികൾ രണ്ടാമത് ഇത്രയും ദുർഘടമായ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിക്കുക, ഇതൊക്കെ ചരിത്രത്തിന്റെ ആവർത്തനങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ നമ്മുടെ പ്രവചനങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. മഹാന്മാരായ സ്വഹാബികൾ അനുഭവിച്ചിരുന്നു ഇത്തരം വേദനകൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നബി, നിങ്ങൾ ദുആർക്കണില്ലേ? അലാ തസ്തൻസിറുലനാ, നിങ്ങൾ ദുആർക്കണില്ലേ? റബ്ബിനോട് പറയണില്ലേ? എന്താ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഞങ്ങളെ പുറത്തൊക്കെ തീക്കട്ടകളെ കൊണ്ട് വരയുകയാണ് മുശ്രിക്കീങ്ങൾ, ഞങ്ങളെ കൊല്ലുകയാണ്, നിങ്ങൾ ദുആർക്കണില്ലേ നബിയെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തിരക്കൂട്ടല്ലേ സ്വഹാബത്തെ, തിരക്കൂട്ടല്ലേ? ആരാ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു? മുസ്ലിം ആയതിന്റെ പേരിൽ ശത്രുക്കൾ അദ്ദേഹത്തെ മരുഭൂമിയുടെ വലിച്ചയച്ചു. എങ്ങനെ? കനൽ വിതറിയിട്ട്, തീക്കൊള്ളികൾ വിതറിയിട്ട്, തീ ചൂടാക്കിയിട്ട് നിറച്ച് വിറക് വിതറി, എന്നിട്ട് അയിമക്കൂടെ വലിക്കുന്നത്, പുറം മൊത്തം വെന്ത് നീറി, ശരീരം മുഴുവനും വ്രണമായി ഉരുകിയൊലിച്ചു. അദ്ദേഹം നബി തങ്ങളുടെ അടുത്ത് വന്ന് പറയാം. അപ്പൊ നബി തങ്ങൾ ഒരു പുതപ്പെട്ട് ഒരു തലയണ വെച്ചിട്ട് ഇങ്ങനെ കാബന്റെ നീയൽ ഇങ്ങനെ കിടക്കുക. ഖബ്ബാബ് എന്നവർ തന്റെ പുറം കാണിച്ചുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, കഅബാലയത്തിന്റെ നീയലിൽ നബി തങ്ങൾ തലയണ തലക്ക് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന നബി തങ്ങളോട് പറഞ്ഞു, അലാ തസ്തൻസുറുലനാ അലാ തദഉല്ലാഹ ലനാ, കാണില്ലേ നബി, നോക്കി നിങ്ങളുടെ പുറം, എന്റെ പുറം മൊത്തം വെന്ത് നീറിയിട്ട് ഉരുകി ഒലിച്ചിട്ടുണ്ട്. കാരണം കനൽപദങ്ങളിലൂടെ തീക്കട്ടകളിലൂടെ എന്നെ വലിച്ചയച്ച് എന്റെ പുറം മൊത്തം മൃഡമായി. നബി, നിങ്ങൾ ദ്വാരക്കണില്ലേ? അള്ളാഹോട് പറഞ്ഞില്ലേ? അപ്പൊ നബി നിങ്ങൾ പറഞ്ഞെന്തറിയോ? അൻതും തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ, കുറച്ച് അനുഭവിക്കണം. കാരണം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോ, അവർ നല്ല നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ അവർക്കും ഇതിലേറെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭൂമിയിൽ അവരെ കുഴിച്ചിട്ട് ഈർച്ചവാള് കൊണ്ടുവന്ന് അവരെ തലയിൽ മൂർധാവിൽ 2 കഷ്ണമായി കീറിയിട്ടുണ്ട്. ഇരുമ്പിന്റെ പല്ലുള്ള ചീർപ്പ് കൊണ്ട് ചൂടാക്കിയിട്ട് അവരെ ചീകിയിട്ടുണ്ട്. ഇതൊക്കെ അവർ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ തിരക്കൂട്ടല്ലേ? വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ,
അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കും. ഒരു കാലഘട്ടം വരും, അന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സ്വതന്ത്രമായി ഒറ്റക്കൊരു മുസ്ലിമിന് സഞ്ചരിക്കാൻ കഴിയും. ഒരാളും പേടിക്കേണ്ടി വരൂല. ചെന്നായനല്ലാതെ ഒരു അക്രമിയെയും ശത്രുവിനെയും പേടിക്കേണ്ടി വരൂല. അങ്ങനത്തെ കാലം വരുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ നമുക്കതിന് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്നേഹവും നമ്മുടെ ഐക്യവുമാണ്. അള്ളാഹു തആല മുമ്പ് കണക്കാക്കിയതാണ്, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു നമുക്ക് കണക്കാക്കിയതേ സംഭവിക്കൂ എന്നൊരു ബോധം ആദ്യമുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഗുണ്ട് പൊട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ പൊട്ടുന്ന ശബ്ദം ആരെയും അനവസരപ്പെടുത്തൂല. ശ്രദ്ധിച്ചിരിക്കാതെ ബേക്ക് പോയി പൊട്ടിച്ചാലോ ചിലപ്പോൾ കർണപുടങ്ങൾ ചെവിയുടെ പാട പൊട്ടിപ്പോവും, പ്രതീക്ഷിക്കാതെ പൊട്ടുമ്പോൾ. ഇപ്പൊ പൊട്ടുമെന്ന് കരുതി നിൽക്കുകയാണെങ്കിലും അത് ആസ്വാദകരായിരിക്കും. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആദ്യം അറിയുകയാണെങ്കിൽ ഇതൊക്കെ അവനക്ക് പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നമ്മൾ പരീക്ഷണങ്ങളിലൂടെ വന്നവരാണ് മുസ്ലിമീങ്ങൾ, പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ചവരാണ് മുസ്ലിമീങ്ങൾ. നമ്മുടെ ഇസ്ലാം എന്ന വണ്ടി എപ്പോഴും ഓഫ് റോഡിലൂടെ സഞ്ചരിച്ചതാണ്. എന്തിനാണ് ആൾക്കാർ ടാർ എന്ന വണ്ടി എടുക്കുന്നത്? ഓഫ് റോഡ് റേസിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ? ചില വണ്ടികളുണ്ട് ഈ ഓഫ് റോഡ് റേസിങ്ങിന് വേണ്ടി വണ്ടി എടുക്കും, നല്ല ലക്ഷക്കണക്കിന് റുപ്യേനെ വണ്ടി എടുക്കും. കുറെ മുമ്പ് പജീർ ഉണ്ടായിരുന്നു, ഓരോ വണ്ടി. അതെന്തിനാണ്? ഓഫ് റോഡ് റേസിങ്ങിന്. അവർക്ക് നല്ല റോഡ് പറ്റൂല. കോട്ടയത്തും കാട്ടുകൂടിയും മലയെക്കൂടെ ഒക്കെ വണ്ടി, അത് പ്രത്യേക ഒരു മൂടാണ്. അങ്ങനെ എന്ത് ചെയ്യുക, ആ വണ്ടിയാണെങ്കിൽ കല്ലും മുള്ളും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയാണ് ആ വണ്ടിക്ക് സഞ്ചരിക്കാൻ സുഖം. അതിനാണ് ആ വണ്ടി എടുക്കുന്നത്. അപ്പം അത് ഹരമാണ്. എന്തുകൊണ്ട്? അവർക്ക് നല്ല മിനുങ്ങുന്ന ഹൈവേ അല്ല വേണ്ടത്. ഓഫ് റോഡ് റേസിംഗ് ആഗ്രഹിക്കുന്ന ആൾ കുണ്ടും കുഴിയാ വേണ്ടത്. സത്യം പറഞ്ഞാൽ മുസ്ലിമീങ്ങളെല്ലാം പടച്ചുവിട്ട് തന്നെ ഓഫ് റോഡ് റേസിങ്ങിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് തന്നെയാണ്, അല്ലാതെ മിന്നിത്തിളങ്ങുന്ന ഹൈവേ അല്ല എന്നർത്ഥം. ടാറെന്ന വണ്ടി എടുത്താൽ ഹൈവേ കൂടെ ചീറിപ്പായേണ്ട ആവശ്യമില്ല. കോട്ടയത്തും വയനാടും സുൽത്താൻ ബത്തേരിയും മുത്തങ്ങ പോയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ അതൊരു രസമാണ്. ഇതുപോലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഹരമായി കാണാൻ വിശ്വാസിക്ക് സാധിക്കണം. അത് കഴിയുന്നവരാണ് പാവപ്പെട്ട പലസ്തീനികൾ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഖുർആൻ പറയുന്നു, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിൽ ബലമേൽപ്പിക്കേണ്ടവരാണ് നമ്മൾ എന്ന്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് 60ഓളം വരുന്ന മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല? അറബ് ഉച്ചകോടി കൂടി ഖത്തറിൽ ഇസ്രായേൽ ബോംബിട്ടു, എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്? ഒരൊറ്റ മറുപടിയുള്ളൂ, കാരണം ഈ യൂറോപ്പിൽ പതിച്ചു നൽകിയ മണ്ണിലാണ് ഇന്ന് ഖത്തറും UAEയും സൗദി അറേബ്യയും അടക്കം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എഴുന്നേറ്റോ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകേണ്ടി വരും. കാരണം 1914 ലോകമഹായുദ്ധമുണ്ടായി, വേൾഡ് വാർ ഉണ്ടായി. ഞാൻ ചരിത്രം പറയില്ല. 1914 ഉണ്ടായി. 1910 അപ്പോ അന്ന് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും റഷ്യയും ഒക്കെ ഒരു ഭാഗത്താണ്, ജർമ്മനിയും ഹംഗറിയും അതുപോലെ ഓസ്ട്രിയ ഒക്കെ വേറൊരു ഭാഗത്ത്. ലോകത്തെ വലിയ വൻ ശക്തികൾ രണ്ട് ചേരിയാകുകയാണ്. ആ സമയത്ത് ബ്രിട്ടൻ 1915 ഡിസംബർ 26 സൗദി അറേബ്യയുമായി കരാറുണ്ടാക്കി, വലിയ കരാറുണ്ടാക്കി. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എന്തിന്? മുസ്ലിം ഖിലാഫത്തിനെ നശിപ്പിക്കാൻ. മുത്തനബി തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങൾ, അങ്ങനെ 30 കൊല്ലം 4 ഖലീഫമാരുടെ ഭരണം ലോകത്ത് നിലനിന്നു. ചിന്തിക്കണം, നിങ്ങൾ ചരിത്രം പഠിക്കണം. നബി തങ്ങൾക്ക് ശേഷം 2 വർഷം സിദ്ദീഖ് തങ്ങൾ, പിന്നെ 10-30 വർഷത്തോളം, പിന്നെ വർഷങ്ങളോളം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അങ്ങനെ ഭരണം നടത്തി. 4 ഖലീഫമാരെ കഴിഞ്ഞ ശേഷം അമവി ഭരണകൂടം, അതിനുശേഷം അബ്ബാസി ഭരണകൂടം, പിന്നെ ഉസ്മാനിയ ഖിലാഫത്ത്, ഒട്ടോമൻ എംപയർ. ലോകമൊത്തം അടക്കി ഭരിച്ചിരുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലായിരുന്നു. എപ്പോഴും സൗദിയിൽ ചെന്നാൽ കാണും, മറ്റു ഹറമിലൊക്കെ തുർക്കി പള്ളിയുണ്ട്. ആ തുർക്കിയിലേക്ക് ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഇന്നും മദീനത്തൊക്കെ കാണാൻ പറ്റും. ഒട്ടോമൻ എംപയർ ഇതിനെ തകർക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ടായി. അന്ന് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അവർ പ്രിയപ്പെട്ടവരെ ഒരു വലിയ കരാറ് ഡിസംബർ 26 1915 ലോകമഹായുദ്ധം ആരംഭിച്ച ശേഷം സഊദ് കുടുംബത്തിന്റെ രാജാവായിരുന്ന നജിദിലെ രാജാവായിരുന്ന അബ്ദുൽ അസീസ് ബിൻ സഊദിനോട് കരാർ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ ചേരണം. ഇന്നും ഗൂഗിളിൽ കരാറ്, ഇന്ന് ഗൂഗിൾ അടിച്ചു കൊടുത്താൽ നെറ്റിൽ കിട്ടും നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഡാറിൻ കരാർ എന്ന് പറയും. ഒരു ഡാറിൻ ദ്വീപിലുണ്ടാക്കിയ ഡാറിൻ കരാർ. എന്താണ് കരാറ്? ഞങ്ങളെ കൂടെ കൂടി. അങ്ങനെ 1980 മുതൽ ഓരോ മാസവും 5000 പവൻ പൊന്ന് ബ്രിട്ടൻ സൗദിക്ക് കൊടുത്തു. അന്നത്തെ സൗദി ഭരണാധികാരിയും അതുപോലെ ഒരു പ്രത്യേക ആശയാ ദർശനങ്ങളുമായി കടന്നു വന്നവർ ലക്ഷക്കണക്കായ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നുതള്ളി, മഖബറുകളെയും മറ്റും തച്ചുടച്ചു. അതിനുവേണ്ട സഹായം മുഴുവനും ബ്രിട്ടൻ കൊടുത്തു, സയനിസ്റ്റുകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൂടെ നിൽക്കണം. അങ്ങനെ കൂടെ നിന്നു. അങ്ങനെ വിജയിച്ചപ്പോ
ബ്രിട്ടന് കിട്ടിയ ഓഹരിയായി കിട്ടിയ ഭൂമിയാണ് ഇന്നത്തെ സൗദിയും ഈ കാണുന്ന അറേബ്യൻ ഭൂമിയൊക്കെ. അന്ന് ബ്രിട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഇടം നൽകാം. അങ്ങനെ ബ്രിട്ടൻ കൊടുത്ത ഓഹരിയിലാണ് ഇന്ന് മുസ്ലിം രാജ്യങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ എങ്ങനെ അവർക്ക് പ്രതികരിക്കാൻ പറ്റുക? എങ്ങനെ അവർക്ക് ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ പറ്റുക? ഞാൻ കൊടുത്ത ഭൂമിയിൽ താമസിക്കുന്ന ഒരുത്തൻ, ഞാൻ പോടാന്ന് പറയുമ്പോൾ പോകേണ്ട ഒരുത്തൻ എങ്ങനെ പിന്നെ എനിക്കെതിരെ തുള്ള? 1915 ഉണ്ടാക്കിയ ഈ ഏറ്റവും വലിയ ഡാരിൻ കരാറിൽ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ചതിക്കുകയായിരുന്നു അന്നത്തെ സൗദി അറേബ്യ ചെയ്തത്. ഞാനത് പറയാനുള്ള കാരണം എന്താ? നമ്മൾ തമ്മിലുള്ള ഭിന്നിപ്പാണ് ഇന്ന് മാറാത്ത ഏറ്റവും വലിയ മുറിവായി ഇന്നും ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ഫലസ്തീനികൾ അനുഭവിക്കുന്ന തീരാ ദുഃഖങ്ങൾക്കുള്ള കാരണം അന്നത്തെ സൗദിയുടെ കരാറിൽ ഒപ്പുവെച്ചതായിരുന്നു. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഞ്ചിച്ചു ബ്രിട്ടൻ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരം മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഒരു മഴുവായിട്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മരം പറയുന്ന ഒരു കഥയുണ്ടല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പേടിച്ചണ്ട, നമ്മളിൽപ്പെട്ട ഒരാൾ കൂടിക്കൊടുക്കാതെ നമ്മളെ മുറിക്കാൻ പറ്റൂല. തായിടുന്നെങ്കിൽ എന്ത് വേണം? അതിനൊരു മരമാണല്ലോ. ഒരു വികാസിന് അല്ലെങ്കിൽ കോടാലിക്ക് തായ് മരം തന്നെ വേണമല്ലോ. പണ്ടത്തെ കഥയാണ്. ഇതുപോലെ മുസ്ലിമീങ്ങളെ തകർക്കണമെങ്കിൽ മുസ്ലിമീങ്ങളെ തന്നെ കിട്ടണം. അങ്ങനെ ഒട്ടോമൻ ഖിലാഫത്ത് തകർത്തു. ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരാണ്? ഒട്ടോമൻ എംപയർ, തുർക്കിയിൽ ഉണ്ടായിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത്. മുസ്ലിമീങ്ങൾക്ക് വലിയ പവറായിരുന്നു. അത് തകർക്കണം. അത് തകർക്കാൻ വേണ്ടിയാണ് സൗദിയും അറേബ്യയൊക്കെ അവർ ബ്രിട്ടൻ വിലക്കെടുത്തത്. കരാറുണ്ടാക്കി. ഇന്നും ആ കരാറുണ്ട്. ഡാരിൻ കരാർ 1915 ഡിസംബർ 26 ആ കരാർ ഉണ്ടാക്കിയത്. അങ്ങനെ അതിന്റെ ലാഭമായിട്ട് ബ്രിട്ടൻ ഓരി കൊടുത്ത ഭൂമിയാണ് ഇന്നത്തെ സൗദി അറേബ്യ. ബ്രിട്ടനെതിരെയോ അമേരിക്കക്കെതിരെയോ പറയാൻ അവർക്ക് സാധ്യമല്ല. ഞാൻ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നല്ല വർത്താനങ്ങളുമായി നമ്മുടെ കൂടെ കൂടുന്നവർ, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്കൊപ്പം കൂടിക്കൊടുത്താൽ നാളെ അവർ നമ്മളെ ചതിക്കും. അത് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ഏതു വലിയ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും, ഏതു വലിയ സംഘികളാണെങ്കിലും, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ റാമൂലികളായി നമ്മൾ മാറിയാൽ നാളെ അവർ നമ്മളെ ചതിക്കും. ഇത് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് നമ്മൾ കടന്നു പോകയിട്ട് കാര്യമുണ്ടോ? മുസ്ലിം രാജ്യങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? അന്ന് എല്ലാം ഒപ്പിട്ട് കൊടുത്തതാണ്. അന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി, ഞാൻ ചരിത്രം പറഞ്ഞാൽ വലിയ വിഷയങ്ങളിലാണ്, വലിയ ഗൗരവതരമായ വിഷയങ്ങളാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ബ്രിട്ടന്റെ എല്ലാവിധ പിന്തുണയും അവർ വാങ്ങിയതാണ്. ആരെ കൊന്നൊടുക്കാൻ? എന്നിട്ട് പരിശുദ്ധമായ ഹറമിലടക്കം 4 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട് സൗദി അന്നത്തെ ഭരണകൂടം, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഭരണകൂടം. നൂറുകണക്കായ ആയിരക്കണക്കായ മക്ബറുകൾ തച്ചുടച്ചു. പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖീയിലും ഫാത്തിമ ബീവിന്റെ ഖബറിന്റെ മുകളിലും ഖദീജ ബീവിയുടെ ഖബറിന്റെ മുകളിലും അവൾ ആയിഷ ബീവിന്റെ ഖബറിന്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന തായ്ക്കുടങ്ങളെ മക്ബറുകൾ തച്ചുടച്ചു. ശിർക്കും കുഫ്റും എന്ന് പറഞ്ഞ് എല്ലാ പിന്തുണയും കൊടുത്തത് ഒറിജിനൽ ബ്രിട്ടനായിരുന്നു. ഓറിയന്റലിസ്റ്റുകളും സാനിസ്റ്റുകളുമായിരുന്നു. അന്നവർക്ക് ഒത്താശ കൊടുത്തതിന്റെ പേരിലാണ് ഇന്നും പ്രിയപ്പെട്ടവർ അവരുടെ പാവകളും അടിമകളുമായി അറബികൾക്ക് മാറാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ കഴിയണം. മാറി ചിന്തിക്കാൻ കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ മുസ്ലിമീങ്ങളും ഓർത്തു നോക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങൾ അതിനാണ് നമുക്ക് ബദർ യുദ്ധം നടക്കുമ്പോൾ നബിതങ്ങൾ അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസുവതുമാണ് മോയൻകുട്ടി വൈദ്യരുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബദർ യുദ്ധത്തിന് പോകുമ്പോൾ 3 കൊടിയാ മുസ്ലിമീങ്ങൾ പിടിച്ചത്. മുത്തുനബിതങ്ങൾ 3 കൊടിയാ കൊടുത്തത്. 3 കളറുള്ള 2 കറുപ്പും 1 വെളുപ്പും. അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസുവതുമാണ്. മോയൻകുട്ടി വൈദ്യർ ഇങ്ങനെ മനോഹരമായി പാടുന്നുണ്ട്. എന്താണത്? 3 കൊടി, 2 കറുപ്പുള്ള കൊടിയും 1 വെളുത്ത കൊടിയും. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ അങ്ങനെ 2 കറുപ്പുള്ള കൊടി? എപ്പോഴും 2 ശത്രുക്കൾ നമുക്കുണ്ടാകും. ഉള്ളിൽ നിന്നുള്ള തിരുപ്പന്മാരും പുറത്തു നിന്നുള്ള ശത്രുക്കളും. ഇസ്ലാം മുസ്ലിമീൻ നേരിടുന്ന പ്രശ്നം തന്നെ. എപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ മറ്റുള്ളവർക്കൊപ്പം കൂടുന്ന ആൾക്കാരുണ്ടാവും. ഈ പാവപ്പെട്ട ഫലസ്തീനികൾ കൊന്നു തളയാൻ ജോർദാന സഹായം ഉണ്ടല്ലോ. ഇസ്ലാമിക രാജ്യങ്ങൾ സഹായം കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ട ബിൽഡിംഗ് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കണം. UAE രംഗത്ത് വരികയാണ്. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഇറാൻ ഇസ്രായേലിൽ ബോംബിട്ടു, ഇസ്രായേൽ കുറെ ബിൽഡിംഗ് തകർത്തു. അപ്പൊ അതിനു വേണ്ടി ഇസ്രായേലിലെ ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ നമ്മളെ മുസ്ലിമീങ്ങൾ കാരണം സുഖിപ്പിക്കുകയാണ്. ഇതാ നമ്മളെ അവസ്ഥ. വെറുതെ അല്ല. മുത്തുനബിതങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ 2 കറുപ്പുള്ള കൊടിയും 1 വെള്ള കൊടിയും. എന്താണ്? അത് പ്രതീകമാണ്. അതൊരു സന്ദേശമാണ്. വലിയ മെസ്സേജാണ്. 2 ശത്രുക്കൾക്കിടയിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോകുക. ഒന്ന് പുറത്തുള്ള ശത്രുവും, ഒന്ന് അകത്തുള്ള ശത്രുവും. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഐക്യമാണ്. പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു നായനെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ നായ ഓടും. കാരണം നായ ഒറ്റക്കാണ്. പക്ഷേ തേനീച്ച കൂട്ടത്തിലേക്ക് കല്ലെടുത്തെറിയാൻ ആർക്കും ധൈര്യമില്ല. നായനേക്കാൾ ദുർബലമാണ് തേനീച്ച. പക്ഷെ അത് കൂട്ടം കൂടി നിൽക്കുകയാണ്. കല്ലെടുത്തെറിഞ്ഞാൽ കൂട്ടമായി ആക്രമിക്കും. നായ ഒറ്റക്കാണ്. കല്ലെടുത്തെറിഞ്ഞാൽ പേടിച്ചോടും. എപ്പോഴും കൂട്ടമായി നിൽക്കുന്ന ആക്രമിക്കാൻ ആർക്കും പേടിയുണ്ടാകും.
വേണ്ടത് when we united we live, when we divided we fall. എപ്പോൾ നമ്മൾ ഐക്യപ്പെട്ടു നിൽക്കുന്നോ വിജയമുണ്ട്. ഏതാവട്ടെ ഫലസ്തീനിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബ്രിട്ടൻ പോലും ഫലസ്തീൻ രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അവർ പോലും ഫലസ്തീൻ ഒരു എംബസി തുറന്നിരിക്കുകയാണ്. ഏത് ശത്രുവിദ്യയെയും മാറ്റിക്കളയാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും വരില്ല എന്ന് കണ്ട് നമ്മൾ സമാധാനിക്കുക. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അന്തിമ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖുദ്സിന്റെ മോചനം സാധ്യമാക്കണേ റഹ്മാനെ. ഇസ്ലാമിനെയും മുസ്ലിമെയും നശിപ്പിക്കുന്ന ഞങ്ങളെ സഹോദരനെ കൊന്നുതള്ളുന്ന ഇസ്രായേലിനെ നശിപ്പിക്കണേ അല്ലാഹുവേ, ദുർബലമാക്കണേ റഹ്മാനെ. പാവപ്പെട്ട ഫലസ്തീനിൽ പരിക്ക് പറ്റിയവർക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. കൊല്ലപ്പെട്ടവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് ശക്തി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.